എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യോഹന്നാൻ 6:19-20. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രതിസന്ധികളിൽ ഉൾച്ചേരുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സുന്ദരമായ സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇവിടെ. അസാധാരണമായ ഒരു അത്ഭുതം എന്ന നിലയ്ക്കല്ല, ലളിതവും പ്രൗഢവുമായ ചില സന്ദേശങ്ങൾ ഇതിലുണ്ട്. സുവിശേഷകനായി തീർന്ന ഒരു മീൻപിടുത്തക്കാരൻ്റെ ഓർമ്മയിൽ കതിരിട്ട് നിൽക്കുന്ന കർത്തൃധന്യതയുടെ ആവിഷ്കാരങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ വിവരണങ്ങളിൽ നമ്മൾ കാണുന്നു. ജീവിതത്തിൻ്റെ ഗുണനിലവാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ദൈവത്തോടൊപ്പം ചെലവിടുന്ന ഗുണപരമായ നിമിഷങ്ങൾ സഹായകരമാകുന്ന സന്ദേശമാണ് ഈ വേദഭാഗം പങ്കുവയ്ക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000-ത്തിലധികമുള്ള പുരുഷാരത്തെ തീറ്റി തൃപ്തിപ്പെടുത്തിയതിനും യേശുവിനെ രാജാവാക്കാനുള്ള ജനങ്ങളുടെ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനും ശേഷം യേശു ജനശ്രദ്ധ കിട്ടുന്ന ഇടങ്ങളിൽ നിന്നും പിൻവാങ്ങി തിബര്യാസിൻ്റെ മറുകരയിലേക്ക് തന്നെ കൂടാതെ പോകാൻ യേശു ശിഷ്യരെ നിർബന്ധിച്ചു എന്ന് മർക്കോസ് 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. കുറേ സമയം തനിയെ ഇരിക്കാൻ യേശു ആഗ്രഹിച്ചതാവണം. തൻ്റെ പിതാവിനോടുള്ള സംസർഗത്തിൽ തനിയെ ഇരിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവവും രീതിയുമായിരുന്നു. കർത്താവിൻ്റെ ജനസേവനത്തിൻ്റെ മേന്മ നിശ്ചയിച്ചത് താൻ പിതാവിനോടൊപ്പം ചെലവഴിച്ച സംസർഗ നിമിഷങ്ങളായിരുന്നു. ഇന്നും ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്നത് ദൈവത്തോടൊരുമിച്ച് അവർ ചെലവിടുന്ന നിമിഷങ്ങൾ തന്നെയാണ്. മറ്റൊന്ന്, ഗലീല തടാകത്തിൻ്റെ വടക്കേ അറ്റത്ത് വീതി ഏതാണ്ട് 4 മൈൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശിഷ്യർ അവരുടെ യാത്രയുടെ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിക്കാറായിരുന്നു. അപ്പോൾ ശക്തമായി കാറ്റടിക്കുകയും തടാകം പ്രക്ഷുബ്ധമാവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ തങ്ങളെ വിട്ട് കരയിൽ ഏകനായിരിക്കാൻ ആഗ്രഹിച്ച കർത്താവ് കടലിന്മേൽ നടന്ന് തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി അവർ കാണുന്നു. മലമുകളിൽ തൻ്റെ പിതാവിനോടുള്ള ഗാഢമായ സംസർഗത്തിലായിരുന്ന കർത്താവ് തൻ്റെ മക്കൾ കടന്നുപോകുന്ന പ്രയാസകരമായ പ്രതിസന്ധിയെക്കുറിച്ച് അറിവുള്ളവനായി അവരുടെ അടുത്തേക്ക് എഴുന്നള്ളി. പ്രാർത്ഥനയും ആത്മീയതയും ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കാനുള്ള മറവിടമല്ല, പിന്നെയോ കൂടുതൽ ശുഷ്കാന്തിയോടും ഉത്തരവാദിത്വത്തോടും ഉൾക്കാഴ്ചയോടും കൂടെ അവയിൽ ഉൾച്ചേരാനുള്ള പ്രചോദനമാണ് പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. തൻ്റെ നിയോഗം സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരെ പ്രശ്ന സങ്കീർണതകളിൽ കൈവടിയുന്നവനല്ല നമ്മുടെ കർത്താവ്. 3-ാമത്തെ ഒരു ചിന്ത, വൻ ജലാവലിയെ ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കിയ സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ വേദഭാഗത്ത് വ്യക്തമാണ്. തിന്ന് തൃപ്തരായ വേളയിൽ യേശുവും ശിഷ്യരും കയറി വന്ന ഒരു പടക് മാത്രമാണ് അവർ കണ്ടത്. ശിഷ്യർ ആ പടക് ഉപയോഗിച്ച് തുഴഞ്ഞു പോയതുകൊണ്ട് അന്വേഷിച്ചു വന്നവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. യേശുവിനെയും ശിഷ്യരെയും കാണാഞ്ഞതുകൊണ്ട് അവർ യേശുവിനെ അന്വേഷിച്ച് കവർന്നഹൂമിലേക്ക് യാത്ര തിരിച്ചു. യേശു അവരോട് വ്യക്തമാക്കുന്ന കാര്യം ശ്രദ്ധേയമാണ്. അവർ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് യേശുവിനെ അന്വേഷിച്ചത്. ഭൗതിക തൃഷ്ണകളെ ശമിപ്പിക്കുന്നവർ ആയാണ് അവർ ക്രിസ്തുവിനെ അവർ കാണാൻ ശ്രമിച്ചത്. നിത്യജീവന്റെ അപ്പമായവൻ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു എങ്കിലും
നശിച്ചു പോകുന്ന അപ്പത്തിൽ മാത്രമായിരുന്നു അവരുടെ താല്പര്യം. യഥാർത്ഥത്തിലുള്ള ആത്മീക ജീവന്റെ സമൃദ്ധികൾ ഉപേക്ഷിച്ച് ഭൗതിക സമൃദ്ധിയുടെ മെരുൾച്ചകളിൽ ഉഴന്നു നടക്കുന്നതിനാണ് ഇന്നും മനുഷ്യർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ധ്യാന നിമിഷങ്ങൾ നമുക്കുണ്ടാവണം. ജീവന്റെ ഗുണനിലവാരം നിർവചിക്കുന്ന നമ്മുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഒന്ന് കണ്ടെത്താൻ, വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തോടൊപ്പം ചെലവിടുന്ന നിമിഷങ്ങളിലാണ്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ നമ്മുടെ കർത്താവ് ഉൾച്ചേർന്ന് നമ്മെ സഹായിക്കുന്ന ശക്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അത് സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാണോ എന്നതാണ് ചിന്തനീയം. നമുക്ക് ഇന്ന് എന്താണ് വേണ്ടത്? നമ്മുടെ ദൈവാന്വേഷണങ്ങളുടെ ലക്ഷ്യം ഭൗതിക താല്പര്യ സംരക്ഷണമാണോ, അതോ ഭൗതിക സമൃദ്ധി പങ്കുവയ്ക്കുന്ന കർത്താവിനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കത്തക്കവണ്ണം ഭൗതിക സമൃദ്ധിക്കപ്പുറം കർത്താവിനെ കാണാൻ നമുക്ക് കഴിയുന്നതാണോ എന്ന് ചിന്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഉൾച്ചേരുന്ന അങ്ങയുടെ സാന്നിധ്യം എത്രയോ തവണ ഞങ്ങൾ അനുഭവിച്ചു. കർത്താവെ, ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അത് അനുഭവവേദ്യമാക്കണമേ. പ്രഭാതം മുതൽ അവിടുത്തെ കരുണ, കൃപ ഞങ്ങളെ പൊതിയണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ ആഴമേറിയ സ്നേഹത്തിലും കരുണയിലും പുതിയ വർഷം ജീവിപ്പാനുള്ള കൃപ പകരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും നാം എവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.